ഒടുവിൽ അമേരിക്ക വടിയെടുത്തു. ഭയന്ന് വിറയ്ക്കുകയാണ് ഇറാൻ. ആണവായുധം പ്രയോഗിക്കുമെന്നും ആണവ പരീക്ഷണങ്ങൾ ആരംഭിക്കുമെന്നും പറഞ്ഞിരുന്ന ഇറാൻ നിലപാട് മാറ്റുന്നു, പ്ലേറ്റ് മാറ്റുന്നു. ആണവ ചർച്ചകൾക്ക് ഞങ്ങൾ സന്നദ്ധരാണെന്നും എന്നാൽ ആരുടെയെങ്കിലും ഭീഷണിക്ക് വഴങ്ങിയോ സമ്മർദ്ദത്തിന് അടിമപ്പെട്ടോ അല്ലായിരിക്കും ഞങ്ങൾ ചർച്ച നടത്തുന്നതെന്നും ഇറാന്റെ വിദേശകാര്യ മന്ത്രി തന്നെ വ്യക്തമാക്കി. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൂതികൾക്ക് നേരെയും സിറിയയ്ക്ക് നേരെയും അമേരിക്ക നടത്തിയ കനത്ത വ്യോമാക്രമണം ഇറാന്റെയും കണ്ണു തുറപ്പിച്ചിട്ടുണ്ട് എന്നത് വ്യക്തം. പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപ് ജനുവരിയിൽ അമേരിക്കയുടെ പ്രസിഡന്റായി അധികാരമേൽക്കാനിരിക്കെ ഏറ്റവും ശക്തനായ ഇറാൻ വിമർശകനാണ് ഡൊണാൾഡ് ട്രംപ്. അതുമാത്രവുമല്ല, 2017 മുതൽ അദ്ദേഹം അധികാരത്തിൽ വന്നപ്പോൾ ഇറാനെതിരെ നേരത്തെ ഏർപ്പെടുത്തിയിരുന്ന ഉപരോധം വീണ്ടും ഏർപ്പെടുത്തുക കൂടെ ചെയ്തു. അങ്ങനെ ഇറാന് ട്രംപ് എന്താണെന്ന് കൃത്യമായി അറിയാം. അത്തരത്തിൽ ട്രംപ് ഒരിക്കൽ കൂടി വൈറ്റ് ഹൗസിലേക്ക് എത്തുമ്പോൾ ഇനി ഏതെങ്കിലും തരത്തിലൊരു പ്രകോപനമുണ്ടാക്കുന്നത് രാജ്യത്തിന് തന്നെ ദോഷകരമാണ് എന്ന് ഇറാൻ കൃത്യമായി മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ആണവായുധ സംബന്ധമായ മറ്റ് ഇടപാടുകളിൽ നിന്നും പിന്നോട്ട് പോകാനും ആണവ നിർവ്യാപന കരാറിലേക്ക് അടുക്കാനും തയ്യാറാണെന്ന് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇറാന്റെ മാറ്റം നല്ലതിനാണ് എന്ന് പശ്ചിമേഷ്യ ഒന്നടങ്കം പറയുന്നു. പശ്ചിമേഷ്യയിലെ നിലവിലെ സ്ഥിതി ആകെ കലുഷിതമാണ്. അമേരിക്ക തുടർച്ചയായ 2ാം തവണയും സിറിയയെ ആക്രമിച്ചു. കഴിഞ്ഞ ദിവസം സിറിയയിലെ 9 ഇറാൻ അനുകൂല ഭീകര സംഘടനയുടെ കേന്ദ്രങ്ങളെയാണ് ആക്രമിച്ചതെങ്കിൽ ഇന്ന് നിരവധി ഇടങ്ങളിലേക്ക് അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റുകൾ ബോംബിട്ടു. സിറിയയെ ആകമാനം പിടിച്ചു കുലുക്കുന്ന ആക്രമണം തന്നെയായിരുന്നു 2ാം ദിവസവും അമേരിക്ക നടത്തിയത്. സിറിയയിലെ അമേരിക്കൻ കോൺസുലേറ്റിന് നേരെ, അമേരിക്കൻ സൈനിക കേന്ദ്രത്തിന് നേരെ നടന്ന റോക്കറ്റ് ആക്രമണത്തിന് പ്രതികാരമായിട്ടാണ് കഴിഞ്ഞ ദിവസം സിറിയയിലെ ഡമാസ്കസ് അടക്കമുള്ള 9 കേന്ദ്രങ്ങളിലേക്ക് അമേരിക്കൻ ഫൈറ്റർ ജെറ്റുകൾ ബോംബിട്ടത്. ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടുവെന്നും നിരവധി കേന്ദ്രങ്ങൾക്ക് കേടുപാടുണ്ടായെന്നുമുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. ഇറാന്റെ സായുധ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകൾ സിറിയയിൽ നിരവധിയാണ്. അവരാണ് പല പ്രകോപനങ്ങളും അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരിച്ചടി അനിവാര്യമാണെന്ന് അമേരിക്ക വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. ശക്തമായ ആക്രമണമാണ് സിറിയയിലേക്ക് അമേരിക്കയുടെ വ്യോമസേന നടത്തിയതെന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ്. അതേസമയം ഹൂതികൾക്കെതിരെ ഉടനടി ഒരു തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള സൂചനയും അമേരിക്ക നൽകി. കഴിഞ്ഞ ദിവസം ഹൂതികളുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കൻ ഫൈറ്റർ ജെറ്റുകൾ ആക്രമണം നടത്തിയിരുന്നു. പിന്നാലെ എബ്രഹാം ലിങ്കൻ എന്ന അമേരിക്കയുടെ പടുകൂറ്റൻ പടക്കപ്പൽ ആക്രമിച്ചുവെന്നും മറ്റ് 2 പടക്കപ്പലുകൾ കൂടി ആക്രമിക്കപ്പെട്ടുവെന്നുമായിരുന്നു ഹൂതികളുടെ വീമ്പടി. എന്നാൽ എബ്രഹാം ലിങ്കനോ മറ്റേതെങ്കിലും ഒരു പടക്കപ്പലിനോ ഒരു പോറൽ പോലും ഉണ്ടായിട്ടില്ലെന്ന് അമേരിക്കയുടെ നാവികസേന വ്യക്തമാക്കുകയും ചെയ്തു. അതുമാത്രവുമല്ല, ഏറ്റവും സുരക്ഷിതമുള്ള ഏറ്റവും പ്രതിരോധ ശക്തിയുള്ള എബ്രഹാം ലിങ്കനെ പോലുള്ള ഒരു പടക്കപ്പലിനെ ആക്രമിക്കാൻ ഹൂതികളുടെ മിസൈലുകൾ കൊണ്ട് സാധിക്കില്ല എന്നുള്ളത് ഏത് കൊച്ചുകുട്ടിക്കും അറിയാവുന്ന കാര്യമാണ്. എന്നിട്ടും അമേരിക്കയുടെ വ്യോമയാന പടക്കപ്പലായ എബ്രഹാം ലിങ്കന് വൻപൻ കേടുപാടുകൾ സംഭവിച്ചുവെന്നും മറ്റു 2 പടക്കപ്പലുകൾക്ക് സാരമായ കേടുപാടുകൾ ഉണ്ടാക്കിയെന്നുമൊക്കെയാണ് ഹൂതികൾ വീമ്പടിച്ചത്. ഹൂതികളുടെ ഈ വാർത്ത ഏറ്റെടുത്തുകൊണ്ട് ഇറാൻ അനുകൂല, ഹിസ്ബുള്ള അനുകൂല മാധ്യമങ്ങളും വൻതോതിൽ വാർത്തകൾ പ്രചരിപ്പിച്ചു. എന്നാൽ പിന്നാലെ പെൻറ്റഗൺ കൃത്യമായ മറുപടി നൽകി. ഞങ്ങളുടെ ഒരു പടക്കപ്പലിൻ്റെ അടുത്തുപോലും ഹൂതികളുടെ റോക്കറ്റുകൾ ഒന്നുപോലും എത്തിയിട്ടില്ല എന്നുള്ളതായിരുന്നു അവരുടെ മറുപടി. എന്തായാലും പശ്ചിമേഷ്യയിൽ യുദ്ധം ഓരോ ദിവസവും കൂടുതൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് ഇന്നും റോക്കറ്റ് ആക്രമണവും മിസൈൽ ആക്രമണവും ഉണ്ടായി. ഡ്രോൺ ആക്രമണത്തിലൂടെയും ഇസ്രായേലിന് നാശനഷ്ടമുണ്ടാക്കാൻ ഹിസ്ബുള്ള ശ്രമിച്ചു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. എന്നാൽ ഹിസ്ബുള്ളയുടെ നിരവധി റോക്കറ്റുകളെ ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനം നിർവീര്യമാക്കി എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഇറാഖിൽ പ്രവർത്തിക്കുന്ന ഇറാൻ പിന്തുണയോടെയുള്ള ഭീകര സംഘടനയായ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഒരു ഡ്രോൺ ആക്രമണവും ഇസ്രായേലിന് നേരെ നടത്തി. എന്നാൽ സിറിയൻ വ്യോമാതിർത്തിക്കുള്ളിൽ വെച്ച് തന്നെ ആ ഡ്രോണിനെ ഇസ്രായേലിൻ്റെ ഇൻ്റർസെപ്റ്ററുകൾ നിർവീര്യമാക്കിയെന്ന് IDF വ്യക്തമാക്കുന്നു. യാതൊരു തരത്തിൽ അപ്പർ ഗലീലി മേഖലയിലടക്കം വൻതോതിൽ ആക്രമണം നടത്തിയെങ്കിലും ഒരു അനിഷ്ട സംഭവങ്ങളും ഇസ്രായേലിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. യമനിലെ ഹൂതികളുടെ ആയുധ ഡിപ്പോകളിലേക്ക് അമേരിക്കൻ സേനയുടെ F-35 യുദ്ധവിമാനം ആക്രമണം നടത്തിയെന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും പുതുതായി പുറത്തു വരുന്നത്. ഹൂതികളുടെ ആയുധപ്പുരകളെ ഭസ്മമാക്കി അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റുകൾ.
ഏറ്റവും ആധുനികമായ ഏറ്റവും കരുത്തുള്ള F-35 ഫൈറ്റർ ജെറ്റുകൾ സൂപ്പർസോണിക് വിമാനങ്ങളുടെ വേഗതയേക്കാൾ 3 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന റഡാറുകൾക്ക് പോലും കൃത്യമായി കണ്ടെത്താൻ കഴിയാത്ത F-35 വിമാനങ്ങളാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ കരുത്ത്. അമേരിക്കൻ വ്യോമസേനയുടെ ഏറ്റവും അഭിമാനമായിട്ടുള്ള ഈ F-35 വിമാനങ്ങളാണ് ഹൂതികൾക്ക് നേരെയുള്ള ആക്രമണത്തിന് കഴിഞ്ഞ മണിക്കൂറുകളിൽ അമേരിക്ക ഉപയോഗിച്ചതെന്ന വാർത്തകൾ പുറത്തു വരുന്നു. ഹൂതികളുടെ ആയുധ കേന്ദ്രങ്ങളിലേക്കാണ് അമേരിക്കയുടെ വമ്പൻ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ഇത് 2ാം തവണയാണ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അമേരിക്കൻ സേന ഹൂതികളെ ആക്രമിക്കാൻ യമനെ ആക്രമിക്കുന്നത്. യമനിലെ ഹൂതി വിമതരുടെ ശല്യം ചെങ്കടലിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഉണ്ട്. ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ഒക്കെ കപ്പലുകളെയും ഇവരുമായി ബന്ധമുള്ള കമ്പനികളുടെ ചരക്ക് കപ്പലുകളെയും ഒക്കെ ചെങ്കടലിൽ ആക്രമിക്കുന്നത് ഹൂതികൾ പതിവാക്കിയിരുന്നു. ഇതിനെ നേരിടാൻ അമേരിക്കയും ബ്രിട്ടനും ചേർന്നുള്ള 10 രാജ്യങ്ങളുടെ സംയുക്ത സൈന്യത്തെ രൂപീകരിച്ചിരുന്നു. എന്നിട്ടും കാര്യക്ഷമമായി ഹൂതികളുടെ ആക്രമണത്തെയും സാന്നിധ്യത്തെയും ഇല്ലാതാക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോഴത്തെ ട്രംപ് വിജയിച്ചതിന് പിന്നാലെ അമേരിക്കൻ ഭരണകൂടം യമനെതിരെ ആദ്യ ആക്രമണം നടത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിലാണ്. യമനിലെ ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെയായിരുന്നു പ്രധാനപ്പെട്ട ആക്രമണം. ഹൂതികളുടെ 3 പ്രധാനപ്പെട്ട ഗവർണറേറ്റുകളെയാണ് ആക്രമിച്ചതെന്ന് പിന്നീട് അമേരിക്കൻ സൈന്യം വ്യക്തമാക്കി. അതിന് പിന്നാലെയാണ് എബ്രഹാം ലിങ്കനെയും അമേരിക്കയുടെ ചെങ്കടലിൽ ഉള്ള പടക്കപ്പലുകളെയും ആക്രമിച്ചത് എന്ന ഹൂതികളുടെ അവകാശവാദം വരുന്നത്. ഇത് ഹൂതികളുടെ വക്താവ് തന്നെ മാധ്യമങ്ങളോട് പറയുന്ന കാഴ്ചയും കേട്ടു. എന്നാൽ അമേരിക്ക ഇതിനെ പൂർണ്ണമായി നിഷേധിച്ചു. ഇപ്പോഴിതാ വീണ്ടും ഹൂതികളുടെ ശക്തി കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കയുടെ വ്യോമസേനയുടെ വമ്പൻ ആക്രമണം ഉണ്ടായിരിക്കുന്നു. അമേരിക്കയുടെ F-35 ഫൈറ്റർ ജെറ്റുകളാണ് ഹൂതികൾക്ക് നേരെ ആക്രമണം നടത്തിയത്. ഹൂതികളുടെ ആയുധശാലകളും കൺട്രോൾ റൂമുകളും ബേസ് ക്യാമ്പുകളും തകർത്തു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരുന്നത്. ചെങ്കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന എബ്രഹാം ലിങ്കൻ എന്ന പടക്കപ്പലിൽ നിന്ന് പറന്നുയർന്ന ഫൈറ്റർ ജെറ്റുകളാണ് F-35 ജെറ്റുകളാണ് ഹൂതികൾക്ക് നേരെ യമനിൽ ആക്രമണം നടത്തി തിരിച്ച് എബ്രഹാം ലിങ്കനിൽ ഇറങ്ങിയത് എന്ന് അമേരിക്കൻ നാവികസേന തന്നെ വ്യക്തമാക്കുകയാണ്. അതേസമയം ബെയ്റൂത്തിന് സമീപമുള്ള പ്രദേശങ്ങളിൽ വീണ്ടും കുടിയൊഴിപ്പിക്കൽ ഉത്തരവുകളാണ് ഇസ്രായേൽ സേന നൽകുന്നത്. ബെയ്റൂത്തിലെ ഹിസ്ബുള്ളയുടെ ഹെഡ്ക്വാർട്ടേഴ്സിന് സമീപമുള്ള നിരവധി കെട്ടിടങ്ങളിൽ നിന്ന് താമസക്കാരോട് ഒഴിഞ്ഞു പോകുവാൻ ഇസ്രായേലി സേന ആവശ്യപ്പെട്ടിരിക്കുന്നു. ആ പ്രദേശങ്ങളിലേക്ക് ഏത് നിമിഷവും ഒരു വ്യോമാക്രമണം ഉണ്ടാകാം. ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾക്ക് സമീപത്തോ അവരുടെ ആയുധശാലകൾക്ക് സമീപത്തോ ഹിസ്ബുള്ളയുടെ ഓഫീസുകൾക്ക് സമീപത്തോ ആരും തന്നെ താമസിക്കരുതെന്നും തങ്ങരുതെന്നുമുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ഇസ്രായേലി സേന നൽകിയിരിക്കുന്നത്. 500 മീറ്റർ അകലം പാലിക്കണം, അല്ലാത്ത പക്ഷം നിങ്ങളുടെ ജീവനും അപകടത്തിലായിരിക്കുമെന്നും ഈ ഇസ്രായേൽ പുറപ്പെടുവിച്ച മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്.